അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നും ഒരു യാത്രാ വ്ലോഗ് തന്നെയാണ് ഗൈസ്. അപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്നല്ലേ പറയാം. എൻ്റെ ജോലികളെല്ലാം ഞാൻ തീർത്തു. നേരത്തെ തന്നെ ഇസാ മറിയം സ്കൂളിൽ പോയി. അപ്പോൾ എൻ്റെ ജോലികളെല്ലാം തീർത്ത് എവിടെയെങ്കിലും പോയി തിരിച്ചു വന്നാൽ പിന്നെ ബാക്കി ജോലികൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എനിക്ക് ഒട്ടും പറ്റത്തില്ല. ഞാൻ അങ്ങനെ വന്ന് കിടക്കുകയാണ് ചെയ്യാറ്. എനിക്ക് എവിടെ പോയി വന്നാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. അത് പണ്ടേ ഉള്ളതാണ്, ഇപ്പോഴേ ഉള്ളതല്ല കേട്ടോ. എല്ലാ ജോലിയും കഴിഞ്ഞ് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ എവിടെയും പോവാണ്ടെങ്കിൽ നേരത്തെ ജോലികളൊക്കെ തീർത്ത് വെച്ചാൽ തിരിച്ചു വന്നാൽ നമുക്ക് അതിൻ്റെ ഒരു ടെൻഷനില്ലല്ലോ. അപ്പം നമ്മൾ ഇന്നൊരു ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ESNൻ്റെ ഹോസ്പിറ്റലിലേക്കാണ്, മറ്റെവിടേക്കും അല്ല. പിന്നെ എൻ്റെ ഒരു ഓപ്പറേഷത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ്. ഞാൻ വാഷിംഗ് മെഷീൻ ഓഫാക്കാം കേട്ടോ. അതിൽ തുണിയിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ വിരിച്ചിടാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് ഇത് മേലെയാണ് ബാൽക്കണി. അപ്പം ഞാൻ അതൊക്കെ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് താഴേക്ക് ഇറങ്ങുകയാണ്. എൻ്റെ മുഖം കണ്ടാൽ അറിയാം നല്ല ടെൻഷനാണെന്നല്ലേ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ പേർപ്പസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു, നമ്മൾ ഇറങ്ങാണ്. പിന്നെ എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ട് ഗൈസ്. അപ്പോൾ 4 വർഷം മുമ്പേ ഡോക്ടർ പറഞ്ഞതാണ് ഓപ്പറേഷൻ നടത്തണം, എമർജൻസി ആണ് എന്നൊക്കെ. പക്ഷെ ഞാനത് ചെയ്തില്ല. അത് പേടിച്ചിട്ട് ചെയ്യാതെ മാറ്റി മാറ്റി നിർത്തിയൊരു സംഭവമാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് ഹെൽത്ത് പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് അത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ എല്ലാ പേപ്പേഴ്സൊക്കെ തപ്പിയെടുത്ത് 4 വർഷം മുമ്പേ ചികിത്സിച്ചതിൻ്റെതാണല്ലോ. അപ്പോൾ അതിന് പേപ്പറും കാര്യങ്ങളും ESNൻ്റെത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇപ്പോൾ എടുത്ത് വെച്ചതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്നും കൂടി ഒന്ന് നോക്കിക്കാളെ പോയിട്ട് തിരിച്ചു വരണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബൈക്കിൻ്റെ മേലെ നിന്ന് ബാഗിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഉണ്ടോ എന്ന് കൺഫേം ചെയ്തതാണ്. അപ്പം നമ്മൾ പോയിട്ട് വരാം ഗൈസ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പം നമ്മൾ അടുത്തുള്ള ആളുകളാണ് കേട്ടോ. എവിടെ പോകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതാണ്. അപ്പോൾ അവർ ചോദിച്ചു എവിടെ പോകാമെന്ന്, അപ്പോൾ കാര്യം പറഞ്ഞതാണ്. അപ്പം നമ്മൾ പുറപ്പെട്ടു ഗൈസ്. പകുതി വഴിയിലെത്തി. ഒരു ESNൻ്റെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സൈൻ ചെയ്ത് വാങ്ങാനുണ്ട്. പിന്നെ ഇത് ചെറിയൊരു ക്ലിനിക്കാണ് ESNൻ്റെ ഇത്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ പോവാണ്ട്. അവിടുന്ന് ഡോക്ടർ പറയണം നമുക്ക് എവിടേക്കാണ് തരുന്നത്, അവിടേക്കാണ് പിന്നീട് പോകേണ്ടി വരിക. പിന്നെ ഇതിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ നടക്കാനും ഓടാനും ഒക്കെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്, ആരും ഇല്ല അവരൊന്നും സഹായിക്കാൻ. എല്ലാ കാര്യങ്ങളും അവരെന്നെ ചെയ്യണം. എനിക്കാണ് ഒറ്റയ്ക്ക് ഒന്നും പറ്റില്ല. എനിക്ക് ഇവിടെ ഒന്നും അറിയില്ല ഗൈസ്. അത് ഓടിപ്പോവാണ്. അവർക്ക് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം തിരിച്ച് ഓഫീസിൽ പോകണം. വീട്ടിൽ എന്നെ കൊണ്ടുവിട്ടിട്ട് വേണം ഓഫീസിൽ പോവാൻ. അവിടെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഓടി വന്നതാണ് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, പറ്റുമെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ.